ജോസ് ലൂയിസ് പോയ. ജോസ് ലൂയിസ് ലെഫ്റ്റ്. ജോസ് ലൂയിസ് കേട്ടോ ഞാൻ പറഞ്ഞത്? പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗത്തിലെ നല്ല കർത്താവേ, അനുഗ്രഹമായ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ഇന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള സകല വിഷയങ്ങളും കർത്താവെ കടന്നു വന്നിരിക്കുന്ന ഏവർക്കും അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കവണ്ണം ദൈവാത്മാവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഹല്ലേലൂയ, പഠിപ്പിക്കുന്നതായ കർത്തദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് ഹല്ലേലൂയ പഠിപ്പിക്കാൻ ആവശ്യമായ ദൈവിക ജ്ഞാനവും കൃപയും അവിടുന്ന് പിന്നെയും പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, എല്ലാവരും കടന്നു വരുവാൻ തക്കവണ്ണം ദൈവാത്മാവ് സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ ബൈബിൾ കോളേജിനെ കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഞങ്ങൾ ഏൽപ്പിക്കുന്നു. സകല മാനവ മഹത്വം തരുന്ന യേശു കർത്താവിന്റെ മുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിന്റെ ധന്യതിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ ജീവിതവും ഉപദേശങ്ങളും എന്നുള്ള വിഷയത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കർത്താവിന്റെ നസ്രേത്ത് മാനിഫെസ്റ്റോ അഥവാ നസ്രേത്ത് വിജ്ഞാപനം, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നസ്രേത്തിലെ സിനഗോഗിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം വായിച്ചുകൊണ്ട് യേശു താൻ തന്നെയാകുന്നു ഇസ്രായേലിന്റെ പ്രത്യാശയായിരുന്ന മശിഹ അഥവാ ക്രിസ്തു എന്നും ജാതികൾക്ക് രക്ഷ ദാനമായി നൽകും, ഇസ്രായേലിന് മാത്രമല്ല ജാതികൾക്കും ദൈവിക രക്ഷ ദാനമായി നൽകും എന്നുമുള്ള വലിയ 2 പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ് നസ്രേത്ത് വിജ്ഞാപനത്തിലൂടെ. ആ വിജ്ഞാപനം, നസ്രേത്ത് വിജ്ഞാപനവും അതിന്റെ പശ്ചാത്തലം, അതിന്റെ അനുബന്ധ സംഭവങ്ങൾ എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമ്മൾ പുതിയൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. പുതിയ ഒരു വിഷയം, ദൈവരാജ്യം അഥവാ കിങ്ഡം ഓഫ് ഗോഡ്, അല്ലെങ്കിൽ സ്വർഗരാജ്യം അഥവാ കിങ്ഡം ഓഫ് ഹെവൻ എന്ന വിഷയമാണ് ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം. സിനോപ്റ്റിക് ഗോസ്പൽസിൽ അഥവാ സമവീക്ഷണ സുവിശേഷങ്ങളിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ 3 സുവിശേഷങ്ങളെയാണ് സമവീക്ഷണ സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. സമവീക്ഷണ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളുടെ കേന്ദ്ര ബിന്ദു അല്ലെങ്കിൽ കേന്ദ്ര വിഷയമായിരുന്നു ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം. മത്തായി എഴുതിയ സുവിശേഷത്തിൽ സ്വർഗരാജ്യമെന്നും മറ്റു സുവിശേഷങ്ങളിൽ ദൈവരാജ്യമെന്നും ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സ്വർഗരാജ്യമെന്നും ദൈവരാജ്യമെന്നും പറയുന്ന ഈ 2 പദങ്ങളും ഒരേ ആശയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തിന്റെ ഭരണം സുസ്ഥാപിതമായിരിക്കുന്ന ലോകവും ദൈവാധിപത്യത്താൽ പരിപൂർണമാക്കപ്പെട്ട മനുഷ്യരുടെ ഹൃദയങ്ങളും എന്ന ആശയത്തെ സൂചിപ്പിക്കുവാൻ സ്വർഗരാജ്യമെന്നും ദൈവരാജ്യമെന്നുമുള്ള നാമങ്ങൾ ഉപയോഗിച്ചിരിക്കുകയാണ്. ഒന്നുകൂടെ ആവർത്തിക്കാം. ദൈവത്തിന്റെ ഭരണം സുസ്ഥാപിതമായിരിക്കുന്ന ലോകവും, ദൈവത്തിന്റെ ഭരണം സുസ്ഥാപിതമായിരിക്കുന്ന ലോകവും ദൈവാധിപത്യത്താൽ പരിപൂർണമാക്കപ്പെട്ട മനുഷ്യരുടെ ഹൃദയങ്ങളും എന്ന ആശയത്തെ സൂചിപ്പിക്കുവാൻ സ്വർഗരാജ്യമെന്നും ദൈവരാജ്യമെന്നുമുള്ള നാമങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. മറ്റു സുവിശേഷങ്ങളിൽ ദൈവരാജ്യം എന്ന നാമം ഉപയോഗിച്ചിരിക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷത്തിൽ സ്വർഗരാജ്യം എന്ന നാമമാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
മത്തായി സ്വർഗരാജ്യം എന്ന് പറയുന്നു, മറ്റു സുവിശേഷങ്ങളിൽ മർക്കോസ്, ലൂക്കോസ് ഇവരൊക്കെ ദൈവരാജ്യം എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഡിഫറൻസ് എന്നുള്ളതിന് പല വിശദീകരണങ്ങളുണ്ട്, അനുമാനങ്ങളുണ്ട്. ഒന്നാമത്തെ അനുമാനം, അരമായിക് മൂലഗ്രന്ഥത്തിന്റെ സ്വാധീനം, മൂലരചന, ഇൻഫ്ലുവൻസ് ഓഫ് ദി അരമായിക് ടെക്സ്റ്റ്. മത്തായി സുവിശേഷത്തിന്റെ മൂലരചന ആദ്യം മത്തായി ഇത് എഴുതിയത് അരമായിക് ഭാഷയിലായിരുന്നുവെന്ന് വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. മത്തായി ഇത് എഴുതിയത് ആദ്യം അരമായിക്കിലായിരുന്നു, പിന്നീട് അതിനെ ഗ്രീക്കിലേക്ക്, മറ്റ് പുതിയ നിയമ പുസ്തകങ്ങൾ എന്ന പോലെ അതും ഗ്രീക്കിൽ പരിഭാഷപ്പെടുത്തി അതായിരിക്കാം നമ്മൾക്ക് പിന്നീട് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വർഗരാജ്യം എന്നത് ആ നാമപദം യേശു ഉപയോഗിച്ച അരമായിക്ക് പദത്തിന്റെ മോർ ആക്യുറേറ്റ്, കൂടുതൽ കൃത്യമായ വിവർത്തനമായിരിക്കാം. സ്വർഗരാജ്യം എന്ന് മത്തായി എഴുതുന്നത് നമുക്കറിയാം, 1-ാം നൂറ്റാണ്ടിൽ യേശുവും അപ്പോസ്തലന്മാരും ആ കാലഘട്ടത്തിൽ അവിടെ ജീവിച്ചിരുന്ന പലസ്തീൻ നാട്ടിലൊക്കെ സാധാരണമായി ഉപയോഗിച്ചിരുന്ന ഭാഷ എന്ന് പറയുന്നത് അരമായിക്കായിരുന്നു. അപ്പം അരമായിക് ഭാഷയിൽ യേശു കർത്താവ് ഉപയോഗിച്ചിരുന്ന ആ പ്രയോഗം സ്വർഗരാജ്യം എന്നായിരിക്കാം. അതിന്റെ കൂടുതൽ കൃത്യമായ ആ എഴുത്താണ് മത്തായി സ്വർഗരാജ്യം എന്ന് എഴുതിയിരിക്കുന്നത് എന്ന് കരുതപ്പെടുന്നു. ദൈവരാജ്യം എന്നത് ഗ്രീക്ക് വിവർത്തനമായിരിക്കാം. ഒരു സാധ്യത ഇതാണ്, അരമായിക്ക് മൂലരചനയുടെ സ്വാധീനം, ഇൻഫ്ലുവൻസ് ഓഫ് ദ അരമായിക് ടെക്സ്റ്റ്. രണ്ടാമത്തെ സാധ്യത, യഹൂദ്യ പശ്ചാത്തലം, ജൂവിഷ് ബാക്ക്ഗ്രൗണ്ട്, യഹൂദ്യ പശ്ചാത്തലം. മത്തായിയുടെ സുവിശേഷം പ്രധാനമായും യഹൂദന്മാരായ വായനക്കാർക്ക് വേണ്ടി എഴുതപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. മത്തായി യഹൂദ ക്രിസ്ത്യാനികൾക്ക്, യഹൂദന്മാരായ വായനക്കാർക്ക് എഴുതിയതാണ് ഈ സുവിശേഷം എന്ന് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഈ സുവിശേഷത്തിന്റെ പ്രഥമ പ്രതിഗ്രാഹകർ, പ്രൈമറി റെസിപ്പിയൻസ് യഹൂദന്മാരായിരുന്നതിനാലും, യഹൂദന്മാർക്ക് നമുക്കറിയാം ന്യായപ്രമാണം ലഭിച്ചപ്പോൾ കൽപ്പനകൾ ലഭിച്ചതിൽ മൂന്നാമത്തെ കൽപ്പന എന്തുവായിരുന്നു? മൂന്നാമത്തെ കൽപ്പന എന്റെ നാമം വൃഥ എടുക്കരുത്. ദൈവമായ യഹോവയുടെ നാമം വൃഥ എടുക്കരുത്. ഈ ഒരു കൽപ്പനയെ അവര് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ തേർഡ് ലോ, അവർ തെറ്റായി ധരിച്ചിട്ടാണ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, യോദ് ഹേ വൗ ഹേ എന്നുള്ള ആ ടെട്രാഗ്രാമറ്റോൺ എന്ന് പറയുന്ന ആ 4 അക്ഷരങ്ങൾ ദൈവത്തിന്റെ ആ പൂജ്യമായ നാമം അത് വവ്വൽസ് ഇല്ലാതെ എഴുതിയിരുന്നത് കൊണ്ട് അത് എവണ്ണമാണ് ഉച്ചരിക്കുന്നതെന്ന് പോലും പിൽക്കാലത്ത് തലമുറകൾ വന്നപ്പോൾ അവർക്ക് അറിയാതെ പോയി. അപ്പോൾ ദൈവത്തിന്റെ നാമം നാവിലെടുക്കുവാൻ, ദൈവം എന്നുള്ള ആ ദൈവത്തിന്റെ ആ നാമം നാവിലെടുക്കുവാൻ അവര് ധൈര്യപ്പെട്ടിരുന്നില്ല. അവര് പലപ്പോഴും അഡോണായെന്നും എൽഷദായെന്നും ഒക്കെയുള്ള പദങ്ങളിലൂടെ ആ ദൈവത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് യഹൂദ പാരമ്പര്യത്തിൽ ദൈവത്തിന്റെ ദിവ്യനാമം നേരിട്ടുച്ചരിക്കുന്നതിന് അവർ ധൈര്യപ്പെട്ടില്ല എന്നതുകൊണ്ട് മത്തായി ദൈവരാജ്യം എന്നതിന് പകരം സ്വർഗരാജ്യം എന്ന് എഴുതിയിരിക്കുന്നു എന്ന് കരുതാവുന്നതാണ്. അതാണ് രണ്ടാമത്തെ സാധ്യത. മൂന്നാമത്തെ സാധ്യത, ദൈവശാസ്ത്രപരമായ ഊന്നൽ, തിയോളജിക്കൽ എംഫസിസ്. 2 വ്യത്യസ്ത നാമങ്ങൾ, ദൈവരാജ്യമെന്നും സ്വർഗരാജ്യമെന്നുമുള്ള ആ 2 വ്യത്യസ്ത നാമങ്ങൾ വ്യത്യസ്തമായ ഊന്നലിനെ പ്രതിഫലിപ്പിക്കുന്ന, അല്ലെങ്കിൽ എന്തിനെയാണ് എംഫസൈസ് ചെയ്തിരിക്കുന്നത്,
എന്നുള്ളതിനെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് വചനപഠിതാക്കൾ പറയുന്നുണ്ട്. സ്വർഗരാജ്യം, അവിടെ രാജ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. രാജ്യത്തിന്റെ സ്വർഗീയ സ്വഭാവത്തെ ഊന്നി പറയുന്നതാണ്. ദൈവരാജ്യം ദൈവത്തിന് എംഫസൈസ് ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ സോവറൻറ്റി അഥവാ സാർവഭൗമത്വത്തെ ഊന്നി പറയുന്നതാണ്. ഒന്നുകൂടെ പറയാം, സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ ആ രാജ്യമാണ്, രാജ്യത്തിന്റെ സ്വർഗീയ സ്വഭാവത്തെ ഊന്നി പറയുന്നതാണ്. നീതിയും സമാധാനവും എല്ലാം നിലനിൽക്കുന്ന ഒരു പൂർണ്ണതയുള്ള ഒരു രാജ്യം. അതേസമയം ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സാർവഭൗമത്വത്തെ, പരമാധികാരത്തെ, സോവറൻറ്റിയെ, അതിന് ഊന്നൽ കൊടുക്കുന്നു എന്നുള്ള ഒരു ചിന്ത, അതും ഒരു സാധ്യതയായി കണക്കിടാവുന്നതാണ്. ഒടുവിൽ ദൈവരാജ്യം, സ്വർഗരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടും ഒരേ അർത്ഥം തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് മറ്റൊരു ചിന്തയുമുണ്ട്. അതിന് ഉദാഹരണമായിട്ട് നമ്മൾക്ക് ചില വചനഭാഗങ്ങൾ നോക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 6:20 കർത്താവ് പറയുന്നു, അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. ഇതേ കാര്യം മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുമ്പോൾ മത്തായി 5:2-3 പറയുന്നത്, അവൻ തിരുവായ മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചു തന്നാൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പോൾ ഈ രണ്ട് നാമങ്ങളും കൊണ്ട് ഒരേ കാര്യമാണ് അർത്ഥമാക്കുന്നത് എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഈ പേരുകളുടെ ആ വ്യത്യാസം നിങ്ങൾ കാണുന്നത് അധികവും മത്തായിയുടെ സുവിശേഷത്തിൽ സ്വർഗരാജ്യമെന്നും മറ്റ് സുവിശേഷങ്ങളിൽ പ്രത്യേകിച്ച് മർക്കോസും ലൂക്കോസും ദൈവരാജ്യം എന്ന പ്രയോഗവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവരാജ്യം, സ്വർഗരാജ്യ പദങ്ങൾ വളരെ ചുരുക്കമാണ്. 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയില്ലെന്നും മറ്റ് നിക്കോദിമോസിനോട് കർത്താവ് പറയുന്ന ആ സംഭവങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന 2-3 ഇടങ്ങളിൽ പറയുന്നുണ്ട്. അതർവൈസ് ഈ ദൈവരാജ്യത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ അധികവും കാണുന്നത് സിനോപ്റ്റിക് ഗോസ്പൽസിലാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. അതിന് നമ്മളപ്പോൾ ഈ ഡിഫറൻസിന്റെ ഈ 4 പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്തെങ്കിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ദൈവരാജ്യം സ്നാപകനായ യോഹന്നാന്റെ പ്രതീക്ഷ, ആക്ച്വലി യോഹന്നാന്റെ മാത്രമല്ല യഹൂദന്മാരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല. ദ കിങ്ഡം ഓഫ് ഗോഡ്, ദ ഹോപ്പ് ഓഫ് ജോൺ ദ ബാപ്റ്റൈസർ. സ്നാപകനായ യോഹന്നാന്റെ പ്രതീക്ഷ, അല്ലെങ്കിൽ അവൻ പ്രത്യാശ വെച്ചിരുന്ന ദൈവരാജ്യം, യഹൂദന്മാർ പ്രത്യാശ വെച്ചിരുന്ന ദൈവരാജ്യം, അതാണ് ഒന്നാമത്. നമ്മൾ അതേ ഒന്ന് നോക്കിയ ശേഷം മുന്നോട്ട് യേശുവിന്റെ പഠിപ്പിക്കലുകളിൽ വെളിപ്പെടുന്ന ദൈവരാജ്യം, യഥാർത്ഥ ദൈവരാജ്യം, 2ാമത്തെ പോയിന്റായിട്ട് നമ്മൾ അത് പഠിക്കും. സർവശക്തനായ മിശിഹ രാജാവായി വാഴുന്ന, നീതിയും സമാധാനവും സ്വാതന്ത്ര്യവും സന്തോഷവും അനുഭവമായിരിക്കുന്ന ദൈവരാജ്യം. യഹൂദന്മാരുടെ പ്രതീക്ഷ അതായിരുന്നു. ഒരു അക്ഷരീകമായ ഐഹികമായ ഒരു രാജ്യം. ആ രാജ്യത്തിന്റെ രാജാവ് മിശിഹ രാജാവായിട്ട്, സർവശക്തനായ ഒരു മിശിഹ രാജാവായി വാഴുന്നു. ആ രാജ്യത്തിൽ നീതിയുണ്ട്, സമാധാനമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, സന്തോഷമുണ്ട്, എല്ലാ പ്രമോദങ്ങളുമുണ്ട്. അങ്ങനെ ഐഹികമായ ഒരു രാജ്യം യഹൂദന്മാരുടെ പ്രതീക്ഷയായിരുന്നു. മോശ മുഖാന്തരം ദൈവമായ യഹോവ തങ്ങളുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തിരുന്നത് പോലെ വീണ്ടെടുപ്പുകാരനായ ഒരു പ്രവാചകൻ വരുമെന്നവർക്ക് പ്രത്യാശയുണ്ടായിരുന്നു. നമുക്കറിയാം, ആവർത്തന പുസ്തകത്തിൽ മോശ പറയുന്നുണ്ടല്ലോ,
എന്നെ പോലെ ഒരു പ്രവാചകൻ വരും, അവന്റെ വാക്ക് നിങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞ് മോശ പറയുന്നുണ്ട് 18:15. അപ്പോൾ മോശയെ പോലെ ഒരു പ്രവാചകൻ വരും. മോശ മിസ്രയീമെ അടിമത്തത്തിൽ നിന്നും അവരെ വിടുവിച്ച് വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുവന്നതുപോലെ മിശിഹ വരുമ്പോൾ തങ്ങളെ അടക്കി വാഴുന്ന, അപ്പോൾ അവരെ അടക്കി വാണിരുന്ന റോമൻ ഭരണത്തിൽ നിന്നും പാരതന്ത്ര്യത്തിൽ നിന്നും അവരെ വിടുവിച്ച് സ്വാതന്ത്ര്യവും നീതിയും സമാധാനവും സന്തോഷവുമുള്ള എല്ലാ പ്രമോദങ്ങളുമുള്ള സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യം സ്ഥാപിക്കും. ഇതായിരുന്നു യഹൂദന്മാരുടെ പ്രത്യാശ. പല വ്യാജമഷിഹാമാര് വന്നിട്ടുള്ളത് സംബന്ധിച്ച് ബൈബിളിൽ തന്നെ തെളിവ് പറയുന്നുണ്ട്. ഗമാലിയയിലും മറ്റും അത് ഉദ്ധരിച്ച് പറയുന്നുണ്ട്. വ്യാജമഷിഹാമാര് പലരും രംഗപ്രവേശം ചെയ്ത കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ 36-ാം വാക്യത്തിൽ ഗമാലിയേൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ നാളുകൾക്ക് മുമ്പ് ത്യൂദാസ് എന്നവൻ എഴുന്നേറ്റു, ഞാൻ മഹാൻ എന്ന് നടിച്ചു. ഏകദേശം 400 പുരുഷന്മാർ അവനോട് ചേർന്ന് കൂടി, എങ്കിലും അവൻ നശിക്കുകയും അവനെ അനുസരിച്ചവർ എല്ലാവരും ചിന്നി ഒന്നുമില്ലാതാകുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് 37-ാം വാക്യത്തിൽ പറയുന്നു, അവന് ശേഷം ഗലീലക്കാരനായ യൂദ ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റു, ജനത്തെ തന്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു, അവനെ നശിച്ചു, അവനെ അനുസരിച്ചവരൊക്കെയും ചിതറിപ്പോയി. ഇങ്ങനെ പല വ്യാജമഷിഹാമാര് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഐഹിക ശുശ്രൂഷയുടെ കാലത്തിന് മുൻപും അതിനുശേഷവും അവരൊക്കെയും അന്ന് അപ്പൊ നിലനിന്നിരുന്ന ഭരണകൂടത്തിന്, റോമാ ഭരണത്തിനെതിരായിട്ട് അക്ഷരീകമായി തന്നെ വിപ്ലവങ്ങൾ നയിക്കുകയും അങ്ങനെ അവരും അവരുടെ അനുയായികളും നശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അനേകരെ നാശത്തിലേക്ക് അവർ കൊണ്ടുപോയ ആ കഥയാണ് അവിടെ ഗമാലിയേൽ ഓർപ്പിച്ച് പറയുന്നത്. അപ്പോൾ ഏതൊരു ശക്തനായ നേതാവ് എഴുന്നേറ്റ് വരുമ്പോഴും യഹൂദന്മാരുടെ പ്രതീക്ഷ, ഇവനാകുമോ ആ പ്രവാചകൻ? മോശ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ന്യായപ്രമാണത്തിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന വീണ്ടെടുപ്പുകാരൻ ഇവനാകുന്നുവോ എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ സ്നാപകനായ യോഹന്നാന്റെ അടുക്കിലേക്ക് വന്ന്, നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം എടുത്താൽ, ആരെങ്കിലും ഒന്ന് എടുത്ത് 1:19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. യോഹന്നാൻ 1:19 മുതൽ 23 വരെ. നീ ആരെന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരൂശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം എന്തെന്നാൽ, അവൻ മറുക്കാതെ ഏറ്റു പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല എന്ന് ഏറ്റു പറഞ്ഞു. പിന്നെ എന്ത്? നീ ഏലിയാവോ? അപ്പൊ യോഹന്നാനോട് ചോദിക്കുക, നീ ആര്? യോഹന്നാൻ ഒത്തിരി പേര് മാനസാന്തരത്തിനായിട്ട് പ്രസംഗിക്കുന്നു. ഒത്തിരി അനുയായികൾ യോഹന്നാൻ ഉണ്ടാകുന്നുണ്ട്. യോഹന്നാൻ ഒത്തിരി അനുയായികൾ ഉണ്ടാകുന്ന സംഭവം നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പം അത് കാണുമ്പോൾ അവിടെ പരീക്ഷന്മാരും പുരോഹിതന്മാരും ഒക്കെ ആളുകളെ അയച്ചിട്ട് ചോദിക്കുക, നീ ആര്? നീ ക്രിസ്തുവാണോ? അപ്പൊ യോഹന്നാൻ പറയുക, അല്ലവേ അല്ല, ഞാൻ ക്രിസ്തു അല്ല. പിന്നെ ആരാ? ഞാൻ ആ പ്രവാചകനുമല്ല, മോശ പറഞ്ഞിട്ടുള്ള ആ പ്രവാചകനുമല്ല. യോഹന്നാൻ പറയുകയാണ്, ഞാൻ ആരാണ്? ഐ ആം ജസ്റ്റ് എ വോയിസ്, ഞാൻ ഒരു ശബ്ദം മാത്രമാണ്. കർത്താവിന്റെ വഴി നേരെയാക്കുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു. ഞാനൊരു ശബ്ദം. കർത്താവിന്റെ വഴി നേരാക്കുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ. യെശയ്യാ പ്രവാചകൻ 750 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞില്ലേ, അങ്ങനെ ഒരുവൻ വരുമെന്ന്. അതുകൊണ്ട് മിശിഹായ്ക്ക് വഴി ഒരുക്കുവാൻ വന്നവൻ മാത്രമാണ് ഞാനല്ല മിശിഹ എന്ന് യോഹന്നാൻ പറയുന്നു. സ്നാപകനായ യോഹന്നാൻ കർത്താവിന്റെ വഴി നേരെയാക്കുവാൻ അയക്കപ്പെട്ട പ്രവാചകനായിരുന്നു. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. മത്തായി 3:2 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ പ്രസംഗത്തിന്റെ എന്താണ് അതിന്റെ ക്വിൻറ്റസെൻസ്, അതിന്റെ
സത്ത എന്ന് പറയുന്നത് അതായിരുന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. നമ്മുടെ കർത്താവും തന്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ മത്തായി 4:17 അതേ വാക്കുകൾ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മത്തായി 3:2 യോഹന്നാൻ പറഞ്ഞിരിക്കുന്ന അതേ വാചകം തന്നെയാണ് കർത്താവും മത്തായി 4:17 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മശിഹയുടെ ആധിപത്യത്തെ കുറിച്ച് ഇവർക്ക് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത അരുളപ്പാടുകൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ദാനിയേൽ 7:13-14 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ദാനിയേൽ പ്രവാചകൻ പറയുന്നത്, രാത്രി ദർശനത്തിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. ഞാൻ അവിടെ ബ്രാക്കറ്റിൽ ഒരു ചേർപ്പ് കൊടുത്തിട്ടുണ്ട്. വയോധികൻ എന്നുള്ളത് മലയാളത്തിലെ തെറ്റായ പരിഭാഷയാണ്. നിങ്ങൾ ഇംഗ്ലീഷിൽ നോക്കിയാൽ കാണാം. ദ ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്, പുരാതനനായവന്റെ. അല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു വയസ്സ് എന്നൊരു മൂപ്പിൽ ഇങ്ങനെ താടിയും വളർത്തി നരച്ച് കുരിച്ച് കൂനെ കുടച്ച് ഇരിക്കുന്നതായിട്ട് നിങ്ങൾ വിഭാവന ചെയ്യരുത്. അവിടെ പറഞ്ഞിരിക്കുന്ന പദപ്രയോഗം പുരാതനനായവന്റെ, ആദിയന്തമില്ലാത്ത ആ ദൈവത്തിന്റെ മുൻപാകെ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. എന്നിട്ട് വയോധികന്റെ അടുക്കൽ, പുരാതനായവന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവന്റെ മുൻപിൽ അടുത്തു വരുമാറാക്കി. എന്നിട്ട് പിന്നെ പറയുകയാണ്, സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചു. ശ്രദ്ധിക്കണം, സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും മിശിഹായെ അല്ലെങ്കിൽ ആ മനുഷ്യപുത്രനോട് സദൃശനായവൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ട ആ മനുഷ്യപുത്രനോട് സദൃശനായവന്റെ അവനെ സേവിക്കുവാൻ അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വം ലഭിച്ചു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ മശിഹായെയാണ് പ്രവചനാത്മാവിൽ അവിടെ കാണുന്ന പ്രവാചകൻ ദർശിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. രണ്ട് പ്രധാന വസ്തുതകൾ അവിടെ പറയുകയാണ്. ദാനിയേൽ കണ്ടിരുന്ന ഈ ദർശനപ്രകാരം തങ്ങളുടെ മശിഹ, അതായത് മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് മശിഹായുടെ മറ്റൊരു നാമമായിട്ട് യഹൂദന്മാർ കരുതിയിരുന്നു. മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ മശിഹ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ അവരുടെ പ്രതീക്ഷ എന്തുവായിരുന്നു? ഞാൻ ആ ഹൈലൈറ്റ് ചെയ്ത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗം നിങ്ങൾ നോക്കി. അവരുടെ പ്രതീക്ഷ എന്താണ്? മശിഹ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. മശിഹ വരുമ്പോൾ സകല ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന്, വംശങ്ങളും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വം ലഭിച്ചു. പാഠപുസ്തകത്തിലേക്കൊക്കെ പോകാൻ എന്റെ മനസ്സ് പ്രേരിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ സമയം എടുക്കുന്നില്ല. ഒരുപാട് പുസ്തകത്തിൽ യോഹന്നാൻ കാണുന്ന ദർശനത്തെ കാണുന്നുണ്ട്. പല ഗോത്രങ്ങളും ഭാഷകളും ജാതികളും എല്ലാം കുഞ്ഞാടിന് മുൻപാകെ നമസ്കരിക്കുന്ന കാഴ്ച അവിടെ യോഹന്നാൻ ദർശനത്തിൽ കാണുന്നുണ്ട്. അവിടേക്ക് പോകുന്നില്ല. ഓക്കെ. എന്നിട്ട് അടുത്ത വാചകം എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും, അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത മൈക്ക് മ്യൂട്ട് ചെയ്യ സൗര, നിത്യാധിപത്യവും അവന്റെ രാജത്വം നശിച്ചു പോകാത്തതുമാകുന്നു. രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. അപ്പൊ മിശിഹ വരുമ്പോൾ ഒന്നാമത് നമ്മൾ കണ്ട സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വം ലഭിക്കും. രണ്ടാമത് അവന്റെ ആധിപത്യം നിത്യമായ ആധിപത്യമായിരിക്കും. അവന്റെ രാജത്വം ഒരിക്കലും നീങ്ങിപ്പോകാത്ത, നശിച്ചു പോകാത്ത ആ രാജത്വമാകും. ഇത് യഹൂദന്മാർക്ക് അറിവുണ്ടായിരുന്നു. യഹൂദന്മാരുടെ പ്രത്യാശ ഒരു അക്ഷരീകമായ രാജ്യം അവരുടെ മെശിഹ വരുമ്പോൾ സ്ഥാപിക്കും. ആ രാജ്യത്തിന് അവർ ദൈവരാജ്യം എന്ന് പേർ വിളിച്ചു. യോഹന്നാൻ, സ്നാപകനായ യോഹന്നാനും ദൈവരാജ്യത്തെ കുറിച്ച് വിളിച്ചു പറഞ്ഞപ്പോൾ യോഹന്നാന്റെ പ്രതീക്ഷ
ദൈവരാജ്യത്തോടൊപ്പം തങ്ങളുടെ ശത്രുക്കളെ നശിപ്പിച്ചു കളയുന്ന ഒരു ന്യായവിധി കൂടെ നടത്തുന്ന ഒരു മശിഹ ആയിരിക്കും. ശത്രുക്കളെ തീനാലെ ഒടുക്കിക്കളയുന്ന ഒരു മശിഹയായിരിക്കും തങ്ങൾക്ക് വരുന്ന തങ്ങളുടെ മശിഹ. അതുകൊണ്ടാണ് യോഹന്നാൻ വിളിച്ചു പറയുന്നു, മത്തായി 3:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ പറയുകയാണ്, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചോട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചോട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. അതൊക്കെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോട്ട് ചെയ്യണം. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല എന്ന് പറഞ്ഞാൽ മെഷിഹായെ പറ്റി പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. പരിശുദ്ധാത്മാവാകുന്ന തീ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, രണ്ട് പ്രത്യേകം, പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. അത് കഴിഞ്ഞ് പറയുകയാണ്, വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റം വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ഞാൻ അത് വ്യാഖ്യാനിക്കേണ്ട കാര്യമല്ല, നിങ്ങൾ ആ വരയിട്ടിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ മതി. തന്റെ പിന്നാലെ വരുന്ന മഷിഹ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കുമെന്ന് യോഹന്നാൻ ജനത്തോട് വിളിച്ചു പറയുകയാണ്. പരിശുദ്ധാത്മാവിലുള്ള സ്നാനം പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ചു കഴിഞ്ഞു. പരിശുദ്ധാത്മാവിലുള്ള സ്നാനം പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ചു കഴിഞ്ഞു. തീയിലുള്ള സ്നാനം എന്നത് ന്യായവിധിയെ കുറിക്കുന്നതാണ്. ഈ വചനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെച്ച ശേഷം പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുമെന്നാണ് പറയുന്നത്. പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുന്നതാണ് തീയിനാലുള്ള സ്നാനം. വീശുമുറം കൊണ്ട് കോതമ്പിനെയും അതിനിടയിലുള്ള പതിരിനെയും വേർതിരിച്ച ശേഷം പതിർ തീയിലിട്ട് ചുട്ടുകളയുന്നത് പോലെ കർത്താവിന്റെ വിശുദ്ധന്മാർ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ തന്നോടുകൂടെ എടുക്കപ്പെട്ട ശേഷം തന്നോടുകൂടെ എടുക്കപ്പെടാത്ത പാപികളെ തീയിനാൽ സ്നാനം കഴിപ്പിക്കും. തീയിനാലുള്ള സ്നാനം അത് ദുഷ്ടന്മാർക്കുണ്ടാകുന്ന ന്യായവിധിയെ കുറിക്കുന്നതാണ്. പറയുന്നത് പോലെ നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു, അത് തീയിനാലുള്ള സ്നാനം. പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും, അത് തീയിനാലുള്ള സ്നാനം. തീയിനാലുള്ള സ്നാനം ദുഷ്ടന്മാർക്കുണ്ടാകുന്ന ന്യായവിധിയെ കുറിക്കുന്നതാണ്. ഇവിടെ മത്തായി 3:1 മുതൽ 12 വരെയുള്ള അതിന്റെ ആ പശ്ചാത്തലം വായിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. 3:1 മുതൽ 12 വരെയുള്ള ആ ഭാഗം വായിക്കുമ്പോൾ അവിടെ അബ്രഹാം തങ്ങൾക്ക് പിതാവായിട്ടുള്ളത് കൊണ്ട് മാത്രം യഹൂദന്മാർക്ക് ദൈവരാജ്യത്തിൽ കടക്കുവാൻ സാധിക്കുകയില്ല. ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതിന് മാനസാന്തരപ്പെടുവീൻ എന്ന് സ്നാപകനായ യോഹന്നാൻ ജനത്തിന് ആഹ്വാനം നൽകി. യഹൂദന്റെ വിചാരം അബ്രഹാം തങ്ങൾക്ക് പിതാവായിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം നേരെ അങ്ങ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാവുന്ന. യോഹന്നാൻ പറഞ്ഞു വരുന്നത് അതാണ്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതിന് മാനസാന്തരപ്പെടണം. മിശിഹ ദൈവരാജ്യം സ്ഥാപിതമാക്കുന്നതോടൊപ്പം എതിരികളെ ദഹിപ്പിച്ചുകൊണ്ട് പ്രതികാരവും നടത്തുമെന്ന് യോഹന്നാൻ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. അക്ഷരാർത്ഥത്തിൽ തന്നെ തങ്ങളുടെ ഇസ്രായേലിന്റെ വൈരികളെ എല്ലാം ദഹിപ്പിച്ച് തങ്ങളുടെ മേൽ അടിമ നുകം വെച്ചിരിക്കുന്ന റോമാ ഭരണകൂടത്തെ തീയിനാലെ ദഹിപ്പിച്ച് അങ്ങനെ എതിരികളോട് പ്രതികാരം നടത്തുമെന്ന് യോഹന്നാൻ പോലും വിശ്വസിച്ചിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് നസ്രത്ത് മാനിഫെസ്റ്റോയില് യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസംഗിപ്പാൻ എന്നുള്ളത് പറയാതെ പ്രസാദ വർഷം പറഞ്ഞ് പുസ്തകമടച്ച് കൊടുത്തിട്ട് കർത്താവ് പറയുകയാണ്, ഇന്ന് നിങ്ങൾ എൻ്റെ ശബ്ദം കേട്ടതുകൊണ്ട് അത് നിവർത്തി വന്നു എന്ന് പറയുമ്പോൾ അവര് പ്രതീക്ഷിച്ചിരുന്നത് പ്രതികാര ദിവസം വരണമെന്ന്. അന്നേരമാണ് ഇവർ ഏറ്റവും പ്രകോപിതരാകുമ്പോൾ കർത്താവ് പിന്നെയും ശക്തമായ 2 ആലോചനകളൂടെ പറഞ്ഞത്, ജാതികൾക്കുണ്ടാകുന്ന രക്ഷയെപ്പറ്റി പറഞ്ഞത്. അങ്ങനെ അവരോട്
കൂടുതൽ ശക്തമായി ഇടപെട്ടപ്പോഴാണ് അവര് യേശുവിനെ കൊന്നുകളയുവാൻ ശ്രമിച്ചു. നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസം യഹൂദന്റെ പ്രതീക്ഷ അതുകൂടെയായിരുന്നു, പ്രസാദ വർഷം മാത്രമല്ല. നിങ്ങൾ ആ ലൂക്കോസിന്റെ സുവിശേഷം അവിടെ കാണുന്ന ആ ഭാഗം ഉദ്ധരിച്ച് ഞാൻ പഠിപ്പിച്ചപ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ അത് പറഞ്ഞു. അവിടേക്ക് പോകുന്നില്ല, പോട്ടെ, പോയി കഴിഞ്ഞാൽ സമയം പോകും. അപ്പോൾ യോഹന്നാൻ പ്രതീക്ഷിച്ചിരുന്നത് പരിശുദ്ധാത്മാവിനാലും തീയിനാലും സ്നാനം കഴിപ്പിക്കുന്ന ഒരു മഷിക. പിൽക്കാലത്ത് യോഹന്നാൻ തടവിലായി. യോഹന്നാൻ തടവിലായി കഴിഞ്ഞപ്പോൾ യോഹന്നാൻ പ്രതീക്ഷിച്ചതുപോലെ യേശു തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവാൻ വൈകുന്നതായി കാണുകയാണ്. കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ യോഹന്നാൻ വലിയ ഭാരമായി. യോഹന്നാൻ ചിലരെ യേശുവിന്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് അവിടെ കാണാം. മത്തായി 11-ന്റെ 3 മുതൽ 6 വരെ വായിച്ചോ. തന്റെ ശിഷ്യന്മാരെ അയച്ചു. യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു. വരുവാനോട് നീയോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണയോ എന്ന് അവൻ മുഖാന്തരം അവനോട് ചോദിച്ചു. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുന്നു, കുരുടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ. എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു. നോക്കുക, യോഹന്നാൻ അവിടെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയും എത്രയും വേഗം താൻ കൊല ചെയ്യപ്പെടുമെന്നുള്ളത് യോഹന്നാൻ തിരിച്ചറിയുകയാണ്. എന്നാൽ തന്നെ ഏത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് ആക്കി വെച്ചിരുന്നോ, നിയോഗിച്ചാക്കിയിരുന്നോ, അത് പൂർത്തിയായോ? ഞാൻ സ്നാനം കഴിപ്പിച്ച യോർദാനരികെ ഞാൻ സ്നാനം കഴിപ്പിച്ചവനായ ആ യേശു തന്നെയാണോ മശിഹ? ആണെങ്കിൽ എന്തുകൊണ്ട് അവൻ ഇതുവരെ പ്രതികാരം ചെയ്യുന്നില്ല? യോഹന്നാൻ ശിഷ്യന്മാരെ അയച്ചിട്ട് ചോദിക്കുക, വരുവാനുള്ളവൻ ഞങ്ങളുടെ പ്രതീക്ഷയായിരുന്ന മശിഹ നീ തന്നെയോ? ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ? അപ്പോൾ യേശു ആ യോഹന്നാന്റെ ശിഷ്യന്മാരെ കൊണ്ട് നടന്നിട്ട് കാണിക്കുക. യേശു അവരുടെ, നോക്കൂ, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്നറിയിപ്പീൻ. യെശയ്യാപ്രവാചകനിലൂടെ മശിഹ വരുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്ന് യെശയ്യാപ്രവാചകനിലൂടെ അരുളി ചെയ്തിരുന്നത് പോലെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ചെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി. അന്നേരം അവന് മനസ്സിലായിക്കൊള്ളും. അതുകൊണ്ട് എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളാണ് അവിടെ ഉദ്ധരിച്ചു പറയുന്നത്. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവ് ഉല്ലസിച്ച് ഘോഷിക്കും, മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ 35-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കർത്താവിടെ യോഹന്നാന്റെ ശിഷ്യന്മാരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുക, പോയി ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അവനോട് പറയുക, അപ്പോൾ അവന് കാര്യം പിടികിട്ടും. യോഹന്നാന്റെ ദൈവരാജ്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അത് ഒരർത്ഥത്തിൽ ഉൾക്കൊള്ളുമ്പോൾ തന്നെ അതിലുമേറെ വിശാല സ്വഭാവമുള്ളതായിരുന്നു യേശു പഠിപ്പിച്ചതും യേശു സ്ഥാപിച്ചതുമായ ദൈവരാജ്യം. യേശു പഠിപ്പിച്ചതും യേശു സ്ഥാപിച്ചതുമായ ദൈവരാജ്യം യോഹന്നാന്റെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെക്കാൾ വിശാല സ്വഭാവമുള്ളതായിരുന്നു. ദൈവരാജ്യം യേശുവിന്റെ പഠിപ്പിക്കൽ അഥവാ ദ കിങ്ഡം ഓഫ് ഗോഡ്, ദ ടീച്ചിങ്സ് ഓഫ് ജീസസ്, യേശു പഠിപ്പിച്ചതും യേശു സ്ഥാപിച്ചതുമായ ദൈവരാജ്യത്തെ പ്രധാനമായും 2 പെർസ്പെക്റ്റീവ് വീക്ഷണകോണുകളിലൂടെ കാണണം. ഒന്നാമത്,
അതിന്റെ വർത്തമാനകാല വീക്ഷണം, 2 ഭാവികാല വീക്ഷണം. ഒന്നാമത്തേത് ദൈവരാജ്യം വർത്തമാനകാല വീക്ഷണം, ദ കിങ്ഡം ഓഫ് ഗോഡ് പ്രസന്റ് ഡേ പെർസ്പെക്റ്റീവ്. പ്രസന്റ് ഡേ പെർസ്പെക്റ്റീവ് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട കാര്യങ്ങളാണിത്. നമ്മളിപ്പോൾ ദൈവരാജ്യത്തിലാണോ, നമ്മൾ ദൈവരാജ്യത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണോ എന്ന് ചോദിച്ചാൽ 2 ശരിയാണ്. അതുകൊണ്ട് ഒന്നാമത് ഇപ്പോൾ ദൈവരാജ്യത്തിലാണ് എന്നുള്ളതിലാണ് പ്രസന്റ് ഡേ പെർസ്പെക്റ്റീവ്, വർത്തമാനകാല വീക്ഷണം. ഇപ്പോൾ നമ്മൾ കണ്ടു, വരുവാനുള്ളവൻ നീയോ അല്ല ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ. മത്തായി 11 2-3 വാക്യങ്ങളിൽ, ലൂക്കോസ് 7:20 യോഹന്നാന്റേതായി കാണുന്ന ഒരു ചോദ്യമാണ്. യേശുവിന്റെ ശുശ്രൂഷ കുറെ നാൾ വീക്ഷിച്ച യോഹന്നാൻ യേശു തന്നെയാകുന്നു മശിഹ എന്ന സംശയമുണ്ടായിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ച് യേശുവിനോട് ചോദിച്ച ചോദ്യമാണിത്. യോഹന്നാൻ ന്യായവിധി ആസന്നമായിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെടുവിൻ എന്നുള്ള ആഹ്വാനം നൽകി വന്നു. ന്യായവിധി ആസന്നമായിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെടുവിൻ. അതായിരുന്നു യോഹന്നാന്റെ സന്ദേശത്തിന്റെ കാതൽ. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ എന്ന് യോഹന്നാൻ പറയുമ്പോൾ വരുവാനുള്ള കോപം വിട്ടൊഴിഞ്ഞ് ഓടിപ്പോകുവാൻ എന്നുകൂടെ യോഹന്നാൻ പറയുന്നുണ്ട്. അപ്പോൾ സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ അവിടെ വരുവാനുള്ള കോപം അതോടുകൂടെ വെളിപ്പെടുകയാണ്. എന്നാൽ യേശുവിന്റെ സന്ദേശങ്ങളിലും അരുളപ്പാടുകളിലും ഈ ആശയം ഉൾക്കൊള്ളുമ്പോൾ തന്നെ ദൈവരാജ്യത്തിന്റെ രക്ഷാസംബന്ധിയായ വശത്തിനായിരുന്നു യേശു പ്രാമുഖ്യം നൽകിയിരുന്നത്. നമ്മുടെ ദൈവത്തിന്റെ പ്രസാദ വർഷം, ദൈവരാജ്യത്തിന്റെ രക്ഷാസംബന്ധിയായ വശത്തിനായിരുന്നു തന്റെ ഐഹിക ശുശ്രൂഷ കാലയളവിൽ യേശു പ്രാധാന്യം നൽകിയിരുന്നത്. ആസന്ന ഭാവിയിൽ വരുവാൻ പോകുന്ന മഹത്വമേറിയ ദൈവരാജ്യമായിരുന്നു യോഹന്നാന്റെ പ്രതീക്ഷ. അക്ഷരികമായ മഹത്വമേറിയ ഒരു ദൈവരാജ്യം. എന്നാൽ യേശു തന്നിലൂടെയും തന്റെ ശുശ്രൂഷകളിലൂടെയും വർത്തമാനകാല യാഥാർത്ഥ്യമായിരിക്കുന്ന ദൈവരാജ്യത്തെ പ്രസ്താവിച്ചു. വർത്തമാനകാലത്തിൽ, അതായത് കർത്താവ് ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ തന്നെ ദൈവരാജ്യം വന്നു കഴിഞ്ഞു എന്ന് കർത്താവ് പറയുകയാണ്. മത്തായി 12:28 വാക്യം, മത്തായി 12:28 വാക്യം, അവിടെ കർത്താവ് പറയുന്നു, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു, എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. ലൂക്കോസ് 11:20 അത് പറയുന്നുണ്ട്. ലൂക്കോസ് 11:20 അത് പറയുന്നു, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു, എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. ഇപ്പോൾ തന്നെ ദൈവരാജ്യം. യേശു ഭൂതഗ്രസ്തന്മാരെ സൗഖ്യമാക്കിയപ്പോൾ അന്ന് സംഭവിച്ചത് ഭൂതങ്ങളെ പിടിച്ചു കെട്ടി പിശാചിന്റെ കൈവശമുള്ളത് താൻ വീണ്ടെടുക്കുകയായിരുന്നു എന്ന് കർത്താവ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഭൂതങ്ങളെ പിടിച്ചു കെട്ടി പിശാചിന്റെ കൈവശമുള്ളത് വീണ്ടെടുക്കുകയാണ് കർത്താവ് ചെയ്തത്. മത്തായി 12:29 വാക്യത്തിൽ അത് പറയുന്നുണ്ട്. 12:29 ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്ന് കളവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം. നമുക്ക് വളരെ പരിചിതമായ ഒരു വചനഭാഗമാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:13 വാക്യം. കൊലോസ്യർ 1:13 വാക്യം കാണാതെ അറിയാവുന്ന വാക്യമാണ് പലർക്കും. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതുകയാണ്. അവിടെ കൊലോസ്യയിൽ ജാതികളിൽ നിന്ന് വിശ്വാസം സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചതായ വിശുദ്ധന്മാരോട് പൗലോസ് പറയുകയാണ്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുത്ത്
തന്റെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന്റെ സന്തോഷത്തോടെ സ്തോത്രം. അപ്പൊ ഇപ്പോൾ തന്നെ ആക്കി വെച്ചിരിക്കുക. നമ്മെ ഓരോരുത്തരെയും അങ്ങനെ ചെയ്തതാണ്. കൊളോസിയുള്ളവരെ മാത്രമല്ല, ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള നമ്മയും അങ്ങനെ വിശുദ്ധന്മാരായിരിക്കുന്നവരെ എല്ലാം അങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഇരുട്ടിന്റെ അധികാരം, സാത്താനെ കുറിച്ച് അന്ധകാരത്തിന്റെ ലോകാധിപതി എന്നാണ് പറയുന്നത്. അന്ധകാരത്തിന്റെ ലോകാധിപതി. അപ്പം അവന്റെ അധികാരത്തെയാണ് ഇരുട്ടിന്റെ അധികാരം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരുവൻ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുവാൻ അവന് ഭാഗ്യം ലഭിക്കുമ്പോൾ ദൈവം അവനെ അന്ധകാരത്തിന്റെ ലോകാധിപതിയിൽ നിന്ന് വിടുവിച്ച്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയാണ്. കർത്താവ് അവനെ ദൈവരാജ്യത്തിലാക്കി തീർക്കുകയാണ്. അപ്പൊ അത് പ്രസന്റ് ഡേ പെർസ്പെക്റ്റീവ് ആണ്. ഇപ്പോൾ തന്നെ വർത്തമാന കാലത്തിൽ തന്നെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നമ്മെ ദൈവം സ്വർഗരാജ്യത്തിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിലാക്കി തീർത്തിരിക്കുകയാണ്. അത് കുറച്ചുകൂടെ വ്യക്തത വരാം. മറ്റൊരു സംഭവം പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അവിടെ കാണുന്ന ഒരു സംഭവം, കർത്താവ് 70 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ട് 70 ശിഷ്യന്മാരെ നിയമിച്ച് താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്ക് സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുൻപായിട്ട് ഈരണ്ടായിട്ട് അയച്ച ഒരു സംഭവം 10-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ. ആ അദ്ദേഹത്തിന്റെ 17-ാം വാക്യത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം 10-ന്റെ 17-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, അവര് മടങ്ങി വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കർത്താവെ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നുവെന്ന് വളരെ സന്തോഷത്തോടെ അവർ മടങ്ങി വന്ന് പറയുകയാണ്. അപ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് കർത്താവ് അവിടെ പറയുന്നത്? കർത്താവ് പറയുന്നത് എന്താണ്? പറഞ്ഞോളൂ. ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. അതായത് ഇവരെ അയച്ചപ്പോൾ അവിടെ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞ് അവർ വന്ന് പറയുമ്പോൾ കർത്താവ് ഇവിടുന്ന് കാണുകയാണ്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷം വരുത്തുകയില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് ആലങ്കാരിക പദങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ അക്ഷരികമായ പാമ്പിനെയും തേളിനെയും ഒന്നും പോയി ചവിട്ടാനല്ല പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, എങ്കിലും എന്താ പറഞ്ഞ ഒരു കാര്യം ഇവിടെ പറഞ്ഞു, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രയും സന്തോഷിപ്പീനെന്ന് പറഞ്ഞു. അത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഭൂതങ്ങളെ പുറത്താക്കുന്നതും കീഴടക്കുന്നതിലൊക്കെ ഒത്തിരി സന്തോഷിക്കുകയും അഡ്വർടൈസ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് ഇന്ന കാലത്ത്. പണ്ടും ഉണ്ടായിരുന്ന അങ്ങനെയുള്ളവർ. ഓക്കെ, നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. ഓക്കെ, അവിടെ എനിവേ പറയുന്ന സംഭവം എന്താണ്? അവിടെ ഈ ശിഷ്യന്മാര് പോയപ്പോൾ കണ്ടതെന്താണ്? കർത്താവിന്റെ നാമത്തിൽ ഭൂതങ്ങളും അവർക്ക് കീഴടങ്ങുന്നു. എന്താണ് സംഭവിച്ചത്? കർത്താവിന്റെ നാമത്തെങ്കിൽ സാത്താൻ പരാജയപ്പെട്ട് വീഴുന്ന കാഴ്ച. ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നുവെന്ന് ജനത്തോട് അറിയിക്കാനാണ് ഈ 70 പേരെ അയച്ചത്. അവർ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറയുമ്പോൾ തന്നെ കർത്താവിന്റെ നാമത്തിൽ ഭൂതങ്ങളും അവർക്ക് കീഴടങ്ങുന്നതായി ശിഷ്യന്മാർ കണ്ടു. ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുക എന്ന് പറഞ്ഞാൽ അവയുടെ മേൽ ജയമെടുത്ത് അവയെ കീഴടക്കുക, അതാണ് അർത്ഥമാക്കുന്നത്. ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ യേശു തന്റെ ശിഷ്യന്മാർക്ക് അധികാരം നൽകി. കർത്താവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ കീഴടക്കി ശത്രുവിന്റെ സകല ബലത്തെയും കാൽക്കീഴാക്കിയാണ് ദൈവരാജ്യം സ്ഥാപിതമായി വളരുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കുവാൻ ഭാഗ്യം ലഭിച്ചിരുന്ന ശിഷ്യന്മാരോട് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. യേശുവിന്റെ ശിഷ്യന്മാരോട് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം
16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലും, മത്തായി 13 നോട്ട് ചെയ്താൽ മതി, 13 16 മുതൽ 20 ലൂക്കോസ് 10 23 24 വാക്യങ്ങളിലും, ലൂക്കോസ് 10 23 24 ലൂക്കോസ് നമ്മളിപ്പോ തുറന്നു വെച്ചിരിക്കുന്നുണ്ട്, അത് വായിക്കാം. നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്. നിങ്ങൾ കാണുന്നതിനെ കാണാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ടും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നതിനെ കേൾപ്പാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു. ദൈവരാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കുന്നവർ ദൈവരാജ്യത്തിലായിരിക്കുകയാണ്. അവർ ദൈവരാജ്യത്തിന്റെ സന്തോഷം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുകയാണ്. വർത്തമാനകാലത്തിൽ യേശുവിൽ വെളിപ്പെട്ടിരിക്കുന്ന, യേശുക്രിസ്തു സ്ഥാപിതമാക്കിയിരിക്കുന്ന ദൈവരാജ്യത്തെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. വരുവാനുള്ള മശിഹ യേശു തന്നെയൊന്ന് സ്നാപകനായ യോഹന്നാൻ സംശയം പ്രകടിപ്പിച്ചപ്പോൾ തന്നോട് ചോദിക്കുവാൻ അയച്ച ശിഷ്യന്മാരോട് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവമായ യഹോവ മശിഹയുടെ പ്രവർത്തികൾ സംബന്ധിച്ച് അരുളി ചെയ്തിരിക്കുന്ന ഒക്കെയും താൻ പ്രവർത്തിക്കുന്നു. കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഓർക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു. ഇങ്ങനെ താൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളും യോഹന്നാനെ ചെന്ന് അറിയിക്കാൻ പറഞ്ഞു. എന്നിട്ട് കർത്താവ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, എന്നല്ലെങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാനെന്ന് അവിടെ കർത്താവ് പറയുന്നുണ്ട്. യേശു അവരോട് ഉത്തരം പറയുന്നത്, കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ മശിഹ വരികയും ദൈവരാജ്യം സ്ഥാപിതമാവുകയും ചെയ്യുമ്പോൾ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. യോഹന്നാനെ അത് ഓർപ്പിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. യെശയ്യാ 61 1-2, യെശയ്യാ 61 1-2, 42 6-7, 42 6-7, 35 4 മുതൽ 6 വരെ ആ ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് മത്തായി സുവിശേഷത്തിൽ അവിടെ മശിഹയുടെ പ്രവൃത്തിയായിട്ട് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത്. ലൂക്കോസ് 16:16 കർത്താവ് പറയുന്നുണ്ട്, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. അന്ന് മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. കർത്താവ് അരുളി ചെയ്തത് യോഹന്നാൻ വരെ യേശുവിന് വഴിയൊരുക്കുവാൻ വന്ന സ്നാപകനായ യോഹന്നാൻ, ആ യോഹന്നാനെ പറ്റി പറയുകയാണ്. പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും മധ്യയുള്ള ഒരു വിഭജന രേഖയായിരുന്നു യോഹന്നാൻ. ഇത് ഞാൻ എവിടെന്നെങ്കിലും ഡെഡ്യൂസ് ചെയ്തെടുത്തതല്ല, കർത്താവ് പറയുകയാണ്. ന്യായപ്രമാണത്തിന്റെ പ്രവാചകന്മാരുടെ കാലം യോഹന്നാൻ വരെ, യോഹന്നാന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് വരെ. അവിടെ കൊണ്ട് പഴയ നിയമം ആ കാലം അവസാനിച്ചു. അപ്പൊ പഴയ നിയമത്തിനും, അതായത് ന്യായപ്രമാണത്തിനും പ്രവാചകന്മാർക്കും പുതിയ നിയമത്തിനും മധ്യയുള്ള ഒരു വിഭജന രേഖയായിരുന്നു യോഹന്നാൻ. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരിക്കുന്നുവെന്ന് കർത്താവ് പറയുന്നത് കൊണ്ട് അപ്പോൾ തന്നെ പറയുകയാണ്, അടുത്തത് പിന്നെ പറയുകയാണ്, അന്നു മുതൽ, അതായത് യോഹന്നാന് ശേഷം ദൈവരാജ്യത്തെ സുശേഷിച്ചു വരുന്നത്, അതായത് യേശുവിന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ ദൈവരാജ്യത്തിന്റെ സ്ഥാപനം നടന്നിരിക്കുകയാണ്. യോഹന്നാന്റെ ശുശ്രൂഷ തുടർന്ന് യേശുവിന്റെ ശുശ്രൂഷ. അപ്പോൾ യേശുവിന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ ദൈവരാജ്യത്തിന്റെ സ്ഥാപനം നടന്നിരിക്കുകയാണ്. അതാണ് അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. നസ്രത്തിലെ പള്ളിയിൽ വെച്ച് മിശിഹ വന്ന് ദൈവരാജ്യം സ്ഥാപിച്ചിരിക്കുന്നത് സംബന്ധിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ ചുരുൾ. അത് വായിച്ച ശേഷം യേശു പറയുന്നുണ്ട്, ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു. നിവർത്തി വരുമെന്നല്ല, വന്നിരിക്കുന്നു. അത് സൂചിപ്പിക്കുന്നത് വർത്തമാന കാലത്തിൽ തന്നെ ദൈവരാജ്യം സ്ഥാപിതമായതായിട്ട് മിശിഹ വിളംബരം ചെയ്യുകയായിരുന്നു. ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ കോവയുടെ പ്രസാദവർഷം ആകുന്ന ആ
ആ ദൈവരാജ്യം ഇതാ സ്ഥാപിതമായിരിക്കുന്നുവെന്ന് ഞാൻ വിളംബരം ചെയ്യുന്നു. യേശു ചെയ്തു വന്ന വീര്യപ്രവർത്തികളെല്ലാം തന്റെ മഹത്വവും അധികാരവും വെളിപ്പെടുത്തുന്നതായിരുന്നു. ഉദാഹരണത്തിന് കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തി എന്ന് അവിടെ പറയുന്നുണ്ട്. അതുപോലെ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കവർന്നഭൂമിൽ വെച്ച് ഒരു പക്ഷപാത രോഗിയെ സൗഖ്യമാക്കുന്ന അവസരത്തിൽ യേശു ആദ്യം അവനോട് പറയുന്നത് എന്താണ്? കവർന്നഭൂമിൽ പക്ഷപാത രോഗിയോട് ആദ്യം യേശു എന്താ പറഞ്ഞത്? മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അപ്പോഴോട് വലിയ പ്രശ്നമായി. ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ ഇവനാരാ? ഭൂമിയിൽ പാപങ്ങളെ മോചിക്കേണ്ടതിന് മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് അവിടെ കൂടി വന്നവർ അറിയേണ്ടതിന് പിന്നീട് നമ്മൾ വായിക്കുന്ന അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകാം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. അപ്പോൾ യേശു താൻ ഇച്ഛിക്കുന്നവർക്ക് പാപക്ഷമയും രക്ഷയും നൽകിക്കൊണ്ട് യേശു തന്റെ ശുശ്രൂഷ ആരംഭിച്ചത് മുതൽ ദൈവരാജ്യം സ്ഥാപിതമാക്കിയിരിക്കുന്നു എന്ന് വെളിവാക്കുകയാണ്. അപ്പം ഇന്ന് വർത്തമാനകാല യാഥാർത്ഥ്യമായി ദൈവരാജ്യം ആയിത്തീർന്നിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ പെർസ്പെക്റ്റീവ്, ദൈവരാജ്യം ഭാവികാല വീക്ഷണം, ദ കിങ്ഡം ഓഫ് ഗോഡ്, ഫ്യൂച്ചറിസ്റ്റിക് പെർസ്പെക്റ്റീവ്. ദൈവരാജ്യത്തിന് ഒരു ഭാവികാല വീക്ഷണം, അത് ഒരു അക്ഷരികമായ സ്ഥാപനത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അതുകൂടെ ശ്രദ്ധിക്കുക. ദൈവരാജ്യത്തിന് ഭാവികാലപരമായ ഒരു പരിപൂർണത അല്ലെങ്കിൽ ഒരു പൂർണ്ണത വെളിപ്പെടുവാനുണ്ട്. ഇപ്പൊ ദൈവരാജ്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ചിലരെങ്കിലും നിരാശപ്പെട്ടിരിക്കുകയാണ്. ഇതാണോ ദൈവരാജ്യം? എന്നിട്ടാണോ എനിക്ക് ഇത്ര കഷ്ടപ്പാട്, പ്രയാസം, രോഗം, ദുഃഖം, ദാരിദ്ര്യം, ശുശ്രൂഷയ്ക്ക് തടസ്സം, ശത്രുവിന്റെ പോരുകൾ, നിന്ന, ദേശത്ത് എതിരുകൾ, ഭവനത്തിൽ എതിരുകൾ, ഇതെല്ലാം ദൈവരാജ്യം സ്ഥാപിതമായിരിക്കുന്നുവെങ്കിൽ അങ്ങനെയാണോ? ദൈവരാജ്യത്തിനൊരു ഭാവികാലപരമായ പൂർണ്ണത വെളിപ്പെടുവാനുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, സുവിശേഷങ്ങളിൽ കർത്താവ് പറയുന്നുണ്ട്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. ലൂക്കോസ് 17:21 നിങ്ങൾ ആ വാക്യങ്ങളൊന്ന് നോട്ട് ചെയ്തോ. ലൂക്കോസ് 17:21, ലൂക്കോസ് 11:20, മത്തായി 12:28. അപ്പോൾ കർത്താവ് വളരെ സ്പഷ്ടമായി പറയുകയാണ്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. ഒരു പ്രസന്റ് ഡേ റിയാലിറ്റി ആയിട്ട് അത് പറയുകയാണ്. എന്നാൽ അത് ദൈവരാജ്യത്തിന്റെ സ്വാഭാവികമായ നിബന്ധനകളോട് കൂടിയുള്ള ഒരു താൽക്കാലികമായ പ്രത്യക്ഷത മാത്രമാണ്. അതാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ ശിഷ്യന്മാർക്ക് അടയാളങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ട് എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാനെന്ന് യേശു താക്കീത് നൽകിയിരിക്കുന്നത്. ദൈവരാജ്യം വെളിപ്പെട്ടിരിക്കുന്നതിന്റെ അടയാളങ്ങളായിട്ട് ഇന്ന് വീര്യപ്രവൃത്തികൾ നടക്കുന്നുണ്ട്. കർത്താവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ കീഴടങ്ങുന്നുണ്ട്. എന്നാൽ ഈ അടയാളങ്ങളെക്കാൾ അധികമായത് ഇനിയും വെളിപ്പെടുവാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ സംഭവിക്കുന്നതിലും കൂടുതൽ ശക്തവും ഏറെ സ്പഷ്ടവുമായ യാഥാർത്ഥ്യങ്ങൾ ഇനി സംഭവിപ്പാനിരിക്കുന്നതേ ഉള്ളൂ. ഭൂതങ്ങൾ ഇപ്പോൾ തന്നെ കീഴടങ്ങുന്നു. എന്നാൽ ഇതുവരെയും അവയെ പൂർണ്ണമായി ബന്ധിച്ച് നിത്യശിക്ഷയ്ക്കായി തീപ്പൊയ്കയിൽ എറിഞ്ഞു കളഞ്ഞിട്ടില്ല. അത് അന്ത്യന്യായവിധിയിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ദൈവം നീതിയുള്ള ദൈവമാണ്. ദൈവം പിശാചിനോട് പോലും ഒരു സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സമയത്തിന് മുമ്പേ അവനെ ദണ്ഡിപ്പിക്കുകയില്ല. ഗദരദേശത്ത് ഭൂതഗ്രസ്തന്റെ അടുക്കൽ വരുമ്പോൾ
അവിടെ 2 ഭൂതഗ്രസ്തർ നിലവിളിച്ചുകൊണ്ട് പറയുന്നത് മത്തായി 8:28 മുതൽ 28, 29 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ആ ഭൂതങ്ങൾ വിളിച്ചു പറയുന്നത് എന്താണ്? എന്താണ് വിളിച്ചു പറയുന്നത്? സമയമാകും മുമ്പേ ദണ്ഡിപ്പിക്കുവാൻ നീ വന്നു. ദൈവപുത്ര, ഞങ്ങൾക്ക് നിനക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വന്നുവോ? അപ്പോൾ അവയ്ക്ക് പോലും ദണ്ഡിപ്പിക്കപ്പെടുവാൻ ഒരു നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. അത് ഭൂതങ്ങൾക്കറിയാം. നമ്മൾ പറഞ്ഞു വരുന്നതിന് സാരം ഇതാണ്. ഇപ്പോൾ തന്നെ ഭൂതങ്ങൾ കീഴടങ്ങുന്നു, എന്നാൽ ഇതുവരെ അവ പൂർണ്ണമായി അവയെ ബന്ധിച്ച് അവയെ തീപ്പൊയ്കയിൽ എറിഞ്ഞു കളഞ്ഞിട്ടില്ല. യൂട്യൂബ് ഓണായി ചെവിയിൽ വെച്ചിരുന്നു. ദൈവരാജ്യം ഇപ്പോൾ നല്ല വിത്തായി വിതയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ആ വിത്തിനിടയിൽ തന്നെ ശത്രു കള വിതച്ചിരിക്കുകയാണ്. ഗോതമ്പും കളയും ഒരുമിച്ച് വളരുന്ന ഒരവസ്ഥയാണിപ്പോൾ. നമുക്കറിയാം, മുൻപ് ഞാനത് പ്രതിപാദിച്ചിട്ടുള്ളതാണ്. ദൈവരാജ്യം കളവിമുക്തമാക്കുന്ന ഒരു കൊയ്ത്ത് ഭാവിയിൽ സംഭവിക്കേണ്ടതാണ്. മത്തായി 13-ാം അധ്യായത്തിന്റെ 37 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ ഒരാൾ വായിച്ചാട്ട്. 13-ന്റെ 37, മത്തായി 13-ന്റെ 37 മുതൽ 43 വരെ. നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ. അതിനവൻ ഉത്തരം പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ. അത് വിതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം. കൊയ്യുന്നവർ ദൂതന്മാർ. കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തെങ്കിലും സംഭവിക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ അവന്റെ രാജ്യത്തിൽ നിന്നും എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവർ കേൾക്കട്ടെ. നോക്കുക, അന്ത്യന്യായവിധിയിൽ സാത്താൻ മാത്രമല്ല, അവനോട് ചേർന്നിരിക്കുന്ന എല്ലാ മനുഷ്യരും തീപ്പൊയ്കയിൽ എറിയപ്പെടും. അപ്പോൾ തന്നെ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന തന്റെ വിശുദ്ധന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന തന്റെ വിശുദ്ധന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. എന്നൊരു അതിന്റെ ഭാഗം എൻ്റെ ഓർമ്മയിൽ വരുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം. യെശയ്യാ 30-ാം അധ്യായത്തിൽ അതിന്റെ അവസാന വാക്യം, പണ്ട് തന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ, അത് രാജാവിനായിട്ടും ഒരുക്കിയിരിക്കുന്നു. അവൻ അതിനെ ആഴവും വിശാലവുമാക്കിയിരിക്കുന്നു. അതിന്റെ ചിതയിൽ വളരെ തീയുമുണ്ട്, വിറകുമുണ്ട്. യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കും. ഈ പറഞ്ഞിരിക്കുന്നത് എന്തിനെ പറ്റിയാണെന്ന് നമുക്കറിയാം. അവിടെ രാജാവെന്ന് പറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിന്റെ അധിപതിയായ പിശാചിനെ പറ്റിയാണ് പറയുന്നതെന്ന് നമുക്കറിയാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ അന്ത്യന്യായവിധിയെങ്കിൽ ആ ദഹന സ്ഥലത്തെ നമ്മൾ ദർശിക്കുന്നുമുണ്ട്. നമ്മളല്ല, അതേപ്പറ്റി എഴുതിയിരിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അന്ത്യന്യായവിധിയിൽ സാത്താന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ആ സ്ഥലത്തേക്ക് അവന്റെ ആധിപത്യത്തിൽ ഉണ്ടായിരുന്ന അവന്റെ ജനവും അവനോടുകൂടെ അവിടേക്ക് പോവുകയാണ്. ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന വിശുദ്ധന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. സൂര്യനെ പോലെ പ്രകാശിക്കും ആണ് പറയുകയാണ്. നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ഇതാണ് ഭാവിയിൽ പരിപൂർണമായി വെളിപ്പെടുന്ന, അല്ലെങ്കിൽ പൂർണ്ണതയോടെ വെളിപ്പെടുന്ന അക്ഷരീകമായ ദൈവരാജ്യം. ദൈവരാജ്യത്തിന്റെ ഭാവികാല വീക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്ന അതാണ്. സാത്താനെയും അവനോട് കൂടെയുള്ളവരെയെല്ലാം
തീപ്പൊയ്കയിൽ തള്ളിയിട്ടിട്ട് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ആ ഒരു രാജ്യം, അക്ഷരികമായ ഒരു രാജ്യം, അത് നമ്മുടെ പ്രത്യാശയാണ്. അപ്പോൾ ദൈവരാജ്യത്തിന് ഒരു പ്രസന്റ് ഡേ പെർസ്പെക്റ്റീവ് ഇപ്പോൾ തന്നെ ദൈവരാജ്യമുണ്ട്. എങ്കിലും ആ ദൈവരാജ്യം ഇന്ന് ആന്തരികമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് വാസ്തവമായി പുറമെ പൂർണ്ണമായി വെളിപ്പെടുന്ന ഒരു കാലമുണ്ട്. ദൈവരാജ്യത്തെ കർത്താവ് പുളിച്ച മാവിനോട് ഉപമിച്ചിട്ടുണ്ട്. നിങ്ങൾ പുളിച്ച മാവിനോട് ഉപമിച്ചിരിക്കുന്ന ആ ഉപമ നമ്മൾ കാണുന്നുണ്ട്. പുളിച്ച മാവിനോട് ഉപമിച്ചിരിക്കുന്നത്, പുളിച്ച മാവിന്റെ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അത് മുഴുവൻ പിണ്ടവും പുളിച്ചതായി തീരുവോളം, മുഴുവൻ പിണ്ടവും പുളിച്ചതായി തീരുവോളം ആ പുളിച്ച മാവ് എങ്ങനെയാണ്? അത് ആന്തരികമായി ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അങ്ങനെ മുഴുവൻ പിണ്ടത്തെയും പുളിപ്പിച്ചുകൊണ്ട് ആ ദൈവരാജ്യം ആന്തരികമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് വിരോധമായിട്ട് ശത്രു ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നുണ്ട്, വിത്ത് വിതയ്ക്കുന്ന ഉപമ പറയുമ്പോൾ വിത്ത് വിതയ്ക്കുമ്പോൾ തന്നെ പക്ഷികൾ എടുത്തുകൊണ്ട് പോകുന്നു. വിത്ത് വിതയ്ക്കുമ്പോൾ തന്നെ പക്ഷികൾ എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങോട്ട് വളർന്നു വരുമ്പോൾ മുള്ളുകളാൽ ഞെരുക്കുന്നു, മുള്ളുകളാൽ ഞെരുക്കുന്നു. വേരിറങ്ങുവാൻ കഴിയാത്ത വണ്ണം നിലത്തെ പാറസ്ഥലം പോലെ കഠിനമാക്കുന്നു. ഇതൊക്കെ ശത്രുവിന്റെ പ്രവർത്തനത്തെ കാണിക്കുന്നതാണ്. എന്താണ് പക്ഷികളെന്നും എന്താണ് മുള്ളുകളെന്നും എന്താണ് പാറസ്ഥലം എന്നുള്ളതൊക്കെ കർത്താവ് പറഞ്ഞിട്ടുള്ളതും നമുക്ക് എല്ലാവർക്കും കാണാതറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വിത്ത് വിതയ്ക്കുമ്പോൾ, ദൈവത്തിന്റെ വചനമാണ്, അത് വിതയ്ക്കുമ്പോൾ തന്നെ പക്ഷികൾ എടുത്തുകൊണ്ട് പോകുന്നു. പലയിടത്തും ആ വിത്തിന് വളരുവാൻ സാധിക്കുന്നില്ല. ചിലത് പെട്ടെന്ന് വളർന്നു വരും. അപ്പൊ ചുറ്റും മുള്ളുകൾ, ലൗകിക ചിന്തകൾ ആകുന്ന മുള്ളുകളാൽ ഞെരുക്കുക. പലരിലും വിത്ത് വീണ് കഴിയുമ്പോഴും അതിനങ്ങോട്ട് വളർന്നു വരുന്നുടനെ അതിനെ അങ്ങ് ഞെരുക്കിക്കളയുക ലൗകിക ചിന്തകൾ. ചിലത്താണ് വീണ് കഴിഞ്ഞ പാറസ്ഥലം പോലെ കഠിനമായിരിക്കുക. വേരിറങ്ങാൻ മുളയ്ക്കുകയൊക്കെ ചെയ്യാൻ വേരിറങ്ങാൻ പറ്റുന്നില്ല, പാറ പോലെ ഇരിക്കുക. ഇതെല്ലാം ശത്രുവിന്റെ പ്രവർത്തനമാണ്. എന്നാൽ എല്ലാ വിത്തും നശിച്ചു പോകാതിരിക്കേണ്ടതിന് കർത്താവ് ഉപമകളിൽ പറയുന്നുണ്ട്, വിത്തിൽ ചിലത് നല്ല നിലത്ത് വീഴുവാൻ ഇടയാകുന്നു. നിലവൊരുക്കുന്നത് യജമാനാണ്. ദൈവം തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നവരുടെ ഹൃദയ നിലങ്ങളെ ഒരുക്കുകയും അവിടെ ദൈവവചനം ആകുന്ന വിത്ത് വിതച്ച് നല്ല ഫലം പുറപ്പെടുവിക്കേണ്ടതിന്, ദൈവവചനമാകുന്ന വിത്ത് വിതച്ച് നല്ല ഫലം പുറപ്പെടുവിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനാൽ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനാൽ പരിപോഷിപ്പിക്കുന്നു. അതുകൊണ്ട് ആ വർത്തമാനകാല വീക്ഷണം അതുണ്ടായിരിക്കുമ്പോൾ തന്നെ, ദൈവരാജ്യം വന്നിരിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷിക്കുമ്പോൾ തന്നെ, ദൈവരാജ്യം ഇപ്പോൾ തന്നെ വന്നിരിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷിക്കുമ്പോൾ തന്നെ ഏറിയ സന്തോഷവും ശുഭതയും അനുഭവിക്കുവാൻ സാധിക്കുന്ന ദൈവരാജ്യം ഒരു യാഥാർത്ഥ്യമായി ഭാവിയിൽ വെളിപ്പെടുമെന്നുള്ളത് നമ്മുടെ പ്രത്യാശയാണ്. ഇന്ന് ദൈവരാജ്യം ഒരു വർത്തമാനകാല യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ ഇതിനേക്കാളൊക്കെ പൂർണ്ണതയുള്ള നിലയിൽ ഏറിയ സന്തോഷം, ഇന്ന് ദൈവരാജ്യം അത് പുളിച്ചമാ പോലെ ആന്തരികമായ പ്രവൃത്തി അതിന്റെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഔട്ട്വേർഡായിട്ട് പൂർണ്ണതയോടെ അത് വെളിപ്പെടുന്ന ഒരു സമയം അടുത്തിരിക്കുകയാണ്. അതാണ് നമ്മുടെ പ്രത്യാശ. ഏറിയ സന്തോഷം, ശുഭത അനുഭവിക്കുവാൻ സാധിക്കുന്ന ദൈവരാജ്യം എന്ന യാഥാർത്ഥ്യം. ഇത് യഹൂദൻ എന്ന് പറയുന്ന ഒരു ജാതിക്ക് മാത്രമുള്ളതല്ല. ഒന്ന് നസ്രത്ത് മാനിഫെസ്റ്റോയിൽ നമ്മൾ വായിച്ചതുപോലെ അവിടെ നമ്മൾ പഠിച്ചല്ലോ, ജാതികളുടെ രക്ഷ. ഇന്ന് ദൈവരാജ്യം എന്ന് പറയുന്നത് യഹൂദൻ എന്ന് പറയുന്ന ഒരു ജാതിക്ക് മാത്രമോ ഒരു ദേശത്തിന് മാത്രമോ ഒരു തലമുറയ്ക്ക് മാത്രമോ അല്ല. ഒരു ജനറേഷൻ മാത്രമല്ല, ഒരു ദേശവാസികൾ, പലസ്തീൻ നാട്ടുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേശവാസികൾക്ക് മാത്രമല്ല, ജ്യൂസ് എന്ന് പറയുന്ന, ഇസ്രായേലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ജാതിക്ക് മാത്രമല്ല ദൈവരാജ്യം. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ദൈവം അവസരമൊരുക്കിയിരിക്കുന്നത് കാല ദേശ സീമകൾക്കതീതമായി, ജാതികൾക്കതീതമായി ലോകത്തിന്റെ സകല കോണുകളിൽ നിന്നും
ഉള്ളവരെ വിളിച്ച് അവരെ എല്ലാം ദൈവിക വ്യവസ്ഥിതിയിൽ ആക്കി തീർത്ത് ദൈവരാജ്യം പണിയപ്പെടുകയാണ്. യഹൂദൻ എന്ന ഒരു ജാതിക്കോ ഒരു ദേശത്തിനോ ഒരു തലമുറയ്ക്കോ വേണ്ടി മാത്രമല്ല. ഇന്ന് ദൈവരാജ്യം എന്ന് പറയുന്നത്, ദൈവരാജ്യത്തെ പ്രവേശിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നത് ജാതി, കാല, കാലം, ദേശം, ഈ അതിരുകൾക്കെല്ലാം അതീതമായി ലോകത്തിന്റെ സകല കോണുകളിലേക്കും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവിക വ്യവസ്ഥിതിയാണ് ദൈവരാജ്യം. സ്നാപകനായ യോഹന്നാൻ വിഭാവന ചെയ്തിരുന്നതിലും വളരെ വിശാലമായി ഇസ്രായേലിന്റെ അതിർത്തികൾക്കും ചരിത്രത്തിനും ഉപരിയായുള്ളതായിരുന്നു കർത്താവ് യേശു ക്രിസ്തുവിന്റെ ദൈവരാജ്യം. യോഹന്നാൻ വിഭാവന ചെയ്തതിന് അതീതമായി, വിശാലമായി, ഏറെ വിശാലമായി ഇസ്രായേലിന്റെ അതിർത്തികൾക്കും ആ ജനറേഷനിൽ ഒതുങ്ങി നിൽക്കാതെ ചരിത്രാതീതമായി, ഞാൻ പറഞ്ഞില്ലേ, ജാതി, കാലം, ദേശം, ഈ സീമകൾക്ക് അതീതമായി കർത്താവ് യേശു ക്രിസ്തുവിന്റെ ദൈവരാജ്യം വ്യാപിക്കുകയാണ്. അത് യുഗാന്ത്യത്തോളം വളരും. അത് യുഗാന്ത്യത്തോളം വളരുകയും പൂർണ്ണതയോടെ പ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ദൈവരാജ്യമാണ്. അപ്പോസ്തല പ്രവൃത്തി ആരംഭിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് തന്നെ ചുരുക്കുകയാണ്, 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ച ഒരു സംഭവം. അപ്പോസ്തല പ്രവൃത്തി 1-ന്റെ 6 മുതൽ 8 വരെ. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുത്തത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. നോക്കുക, ദൈവരാജ്യത്തിന്റെ വിശാലതയെ വെളിപ്പെടുത്തുന്ന ആശയമാണ് കർത്താവിന്റെ മറുപടിയിൽ കാണുന്നത്. ദൈവരാജ്യത്തിന്റെ വിശാലത വെളിപ്പെടുത്തുന്നത്. സാറേ, ഒരു സംശയം. ഇപ്പൊ ഞാൻ ഇത് കൺക്ലൂഡ് ഒന്ന് ചെയ്തോട്ടെ. ആരാ ചോദിക്കുന്നത്? ഇത് കൺക്ലൂഡ് ചെയ്തിട്ട് ഉടൻ പറയാം. ഇപ്പൊ ഇത് നിർത്തും. അപ്പം നോക്കാം, തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോഴും കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആയിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ ശക്തിയും പൂർണ്ണമായി വെളിപ്പെടുന്ന ആ ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഉദ്ബോധിപ്പിച്ചിരിക്കുകയാണ്. ഇന്നത്തെ അപ്പോൾ ദൈവരാജ്യത്തിന്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്ന അതാണ്. നമ്മൾ 2 കാര്യങ്ങൾ കണ്ടു. കിങ്ഡം ഓഫ് ഗോഡ്, അതിന്റെ വർത്തമാനകാല വീക്ഷണം, ദ കിങ്ഡം ഓഫ് ഗോഡ് പ്രസന്റ് ഡേ പേഴ്സ്പെക്റ്റീവ്. ഭാവികാല വീക്ഷണം, കിങ്ഡം ഓഫ് ഗോഡ് ഫ്യൂച്ചറിസ്റ്റിക് പേഴ്സ്പെക്റ്റീവ്. ഇനിയും ദൈവരാജ്യത്തെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടെയുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതുമായിട്ട് റിലേറ്റഡ് ആയ ചോദ്യമാണ് സഹോദരന്മാരിൽ ആരും എന്നോട് ചോദിച്ചതെങ്കിൽ ഇപ്പോൾ ചോദിക്കാം, അല്ല പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ചോദിക്കാം. എന്താണ് ഇതുമായിട്ട് ആരാണ് ചോദിച്ചത്? സാറേ, ഇത് ബിജു. ഇപ്പൊ സാറ് പറഞ്ഞ പോയിന്റ് തന്നെ ഞാൻ സംശയം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. മാത്യു 6-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ. അപ്പൊ ഈ രാജ്യം എന്ന് പറയുന്നത് വർത്തമാനകാല വീക്ഷണത്തിലാണോ അതോ ഭാവികാല വീക്ഷണത്തിലാണോ കർത്താവ് വിശകലനം ചെയ്യുന്നത്? രാജ്യത്തിനായി അധ്വാനിക്കുവാനാണല്ലോ ആക്കി വെച്ചിരിക്കുന്നത്. ബിരിയാണി പൊറോട്ട വാങ്ങിച്ചു. കുറച്ച് പാഴ്സൽ ഞാൻ കൂടെ അയച്ചു തന്നേരും.